ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും കടന്നാക്രമിച്ചിട്ടും സുകുമാരൻ നായരെ ചേർത്തുപിടിച്ച് രാജീവ് ചന്ദ്രശേഖർ. NSS ജനറൽ സെക്രട്ടറിയെ പുകഴ്ത്തി BJP സംസ്ഥാന അധ്യക്ഷൻ. BJPയുമായി ഏറ്റുമുട്ടാനില്ലെന്ന് വ്യക്തമാക്കി NSS. ഡൽഹിയിൽ ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും ആക്രമിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് സുകുമാരൻ നായർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ വിമർശനം ഉന്നയിച്ചുവെങ്കിലും അതിനെതിരെ പരസ്യ പ്രതികരണം ഒഴിവാക്കി NSS നേതൃത്വം. രാഷ്ട്രീയ പാർട്ടിയുമായി പരസ്യമായി ഏറ്റുമുട്ടേണ്ട എന്ന നിലപാടിലാണ് NSS. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഇടപെടലാണ് ഏറ്റുമുട്ടൽ പാതയിൽ നിന്ന് NSS നേതൃത്വത്തെ പിൻവലിപ്പിച്ചത്. NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ BJP ഇടപെടില്ലെന്നും സംഘടനയെയും നേതൃത്വത്തെയും പൂർണ്ണമായി ബഹുമാനിക്കുന്നുവെന്നുമുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തെ NSS സ്വാഗതം ചെയ്തിരുന്നു. ന്യൂഡൽഹിയിൽ NSS ഡൽഹി യൂണിയൻ നിർമ്മിച്ച മന്നം സമൃദ്ധി മണ്ഡപത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇരുവരുടെയും വ്യക്തിപരമായ പ്രസ്താവനകൾ യാതൊരുവിധ മറുപടിയും അർഹിക്കുന്നില്ലെന്നുമായിരുന്നു സുകുമാരൻ നായർ പ്രതികരിച്ചത്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനോ പ്രവേശിക്കുന്നതിനോ ആർക്കും യാതൊരുവിധ വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ VVIP സന്ദർശന വേളകളിൽ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് പറയുന്നത് സ്വാഭാവികമാണ്. NSS ഒരു ക്ഷേത്രം പോലെ കാണുന്ന വിശുദ്ധമായ സ്ഥലമാണ് മന്നം സമാധി. അവിടെ സുരക്ഷയുടെ ഭാഗമായി നായ്ക്കളെ കൊണ്ടുവന്നുള്ള പരിശോധനകൾ നടത്തുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടിലാണ് NSS നേതൃത്വം. ഫെബ്രുവരിയിൽ കേരള സന്ദർശനത്തിനിടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും NSS അനുമതി നൽകിയിരുന്നില്ല. ഇതിലുള്ള അമർഷമാണ് ഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചത്. നിങ്ങളാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. നിങ്ങളിപ്പോൾ എല്ലാമായിരിക്കുന്നത് മന്നത്ത് പത്മനാഭന്റെ സംഭാവനകൾ കാരണമാണ്. താൻ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് മന്നം സമാധിയിലേക്ക് ഇന്നയാൾ വരരുതെന്ന് വിലക്കാൻ ആർക്കും അവകാശമില്ല എന്നായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പരോക്ഷ വിമർശനം. ഉപരാഷ്ട്രപതിക്ക് പിന്നാലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും കടുത്ത വാക്കുകളുമായി രംഗത്തെത്തി. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്നും ഒന്നുകിൽ അവിടെ ഇരിക്കുന്നവർ സ്വയം ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ കാലം അവരെ ശുദ്ധീകരിക്കുമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. 2015 NSS ആസ്ഥാനത്തെത്തിയപ്പോൾ സുരേഷ് ഗോപിയെ കാണാൻ സുകുമാരൻ നായർ വിസമ്മതിച്ചിരുന്നു. ഈ പഴയ നീരസം ഉള്ളിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം. നേരത്തെ മുൻ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ് ഗവർണറാകുന്നതിനു മുൻപ് പെരുന്നയിലെത്തിയപ്പോഴും മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ താൽപര്യപ്രകാരമാണ് ഡൽഹി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ ഈ സ്മൃതി മണ്ഡപം പണിതത്.